ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ പരാജയപ്പെട്ടു, കാരണം ഞാൻ നന്നായി പ്രിപ്പയർഡ് ആയില്ല. ഒരു തവണയും കൂടെ ഞാൻ പോകും സംവിധാനങ്ങളുമായി എവറസ്റ്റ് കീഴടക്കാൻ. കാരണം ഫസ്റ്റ് സമയത്ത് അവിടുത്തെ കാലാവസ്ഥ ഇത്രയും തണുപ്പുള്ളതാണ് എന്നതിന് വേണ്ട മുന്നൊരുക്കം ഞാൻ ചെയ്തില്ല. ഹിലാരി, ഞാൻ തോറ്റു എന്നല്ല പറഞ്ഞത്. ഞാൻ നടത്തിയ മുന്നൊരുക്കത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചു. ഇനി ഞാൻ പോകും കൂടുതൽ മുന്നൊരുക്കത്തോടുകൂടെ. ഇതാണ് മനോഭാവം എന്ന് പറയുന്നത്. നിങ്ങൾ ഭൂരിപക്ഷം ആളുകളും പഠിക്കുന്നവരാണ്, വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മറ്റു പലരും ജയിച്ചു കയറുമ്പോൾ അവിടെ എത്തണം തോന്നാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലോക പ്രശസ്തരായ പലരും, അല്ലെങ്കിൽ കേരളത്തിലെ പലരും, സ്പോർട്സ് സ്റ്റാറുകളാവട്ടെ, സിനിമാ നടന്മാരാവട്ടെ, അവരൊക്കെ നമ്മുടെ കൂടെ ആയിരുന്നെങ്കിൽ, അവർക്ക് നമ്മളെ അറിയുമായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സ്ഥാനത്തെത്തുകയും നമ്മളെക്കുറിച്ച് ആളുകൾ അങ്ങനെ പറയുകയും ചെയ്യുക എന്ന് നമ്മൾ ചിന്തിക്കൽ വളരെ കുറവാണ്. ഇന്നു മുതൽ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുക. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നേരത്തെ പറഞ്ഞ ലക്ഷ്യത്തിലൂടെ മാർഗം നന്നാക്കി കഠിന പ്രയത്നത്തിലൂടെ മുന്നോട്ട് പോവുക. ഓരോ ശ്രമത്തിന്റെ ബുദ്ധിമുട്ടും ഉണ്ടാകും, പ്രയാസവും ഉണ്ടാകും. ഓരോ ശ്രമങ്ങൾക്കിടയിലും ചെറിയ ചെറിയ പരാജയങ്ങൾ ഉണ്ടാകും. തീർച്ച പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ വീണു പോവാതിരിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വിജയമുണ്ടാകും. നിങ്ങൾക്കൊക്കെ ഗൂഗിളിൽ പോയാൽ നിക്കോളാസ് ജെയിംസ് വിജിക്, നിക് വിജിക് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അടിച്ചു കൊടുത്താൽ കിട്ടും. ഓസ്ട്രേലിയയിലെ മെൽബോണിൽ ജനിച്ച നിക്കോളാസ് ജെയിംസ് വിജിക്. ഒരമ്മ താൻ പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും അല്ലെ? പക്ഷെ ഈ കുട്ടിക്ക് കയ്യുമില്ല, കാലുമില്ല, 2 കൈകളില്ല, 2 കാലില്ല. എന്നാലും ഈ അമ്മ ഈ കുട്ടിയെ വളർത്തി. സ്കൂളിൽ ചേർത്തേണ്ട പ്രായമായപ്പോ സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തില്ല ഇവന്. കാരണം ഫിസിക്കലി ടോട്ടലി ഹാൻഡിക്യാപ്ഡ് ആണ്. ടീച്ചർമാർക്ക് നോക്കാൻ കഴിയില്ല, ഒരാൾ ഫുൾ ടൈം വേണ്ടി വരും. പക്ഷെ നിയമപരമായിട്ട് മാനസിക വൈകല്യമില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഈ കുട്ടിക്ക് സാധാരണ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കണം. പക്ഷെ അവർ കൊടുത്തില്ല. റിസ്ക് ആണ്. ഈ സ്ത്രീ സമരം ചെയ്തു. ഓസ്ട്രേലിയയിലെ മെൽബോണിലെ നിയമം മാറി. ഇവനെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു വീൽ ചെയറിലാണ് വരിക. ഒരിക്കൽ ക്ലാസ് റൂമിൽ സ്കൂൾ വിട്ടപ്പോൾ പിള്ളേർ ഓടിയപ്പോ ഇവനെ തട്ടിത്തെറിപ്പിച്ചു, താഴെ വീണു. കൂട്ടുകാരൊക്കെ പോയി. നിക്കോളാസ് ജെയിംസ് വിജിക് ജീവിതത്തിൽ ആദ്യമായി തന്റെ ജീവിതം ഇത്രമേൽ നിർഭാഗ്യമാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ ഒരു